എല്ലാവർക്കും നമസ്കാരം. ആവർത്തന പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ? ജീവനും മരണവും ശാപവും അനുഗ്രഹവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു ഒരു 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 വാക്യം നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ എന്താണ് അവരോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, ഇന്നതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ശാപം വരുമെന്ന് 28-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. അനുഗ്രഹത്തിൻ്റെ വചനങ്ങളും അതിനോടനുബന്ധിച്ച് ശാപത്തിൻ്റെ വചനങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നല്ല രീതിയിൽ നടന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. ഇനി അതല്ല, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് വിട്ട് അന്യദൈവ ആരാധനയ്ക്കും അതുപോലെയുള്ള കൽപ്പനകളും മറുതലിച്ചും യാത്ര ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നീ ശപിക്കപ്പെട്ടവനായി തീരുമെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ശപിക്കപ്പെട്ടവൻ്റെ പട്ടികയിലോട്ട് വന്നാൽ എന്ത് സംഭവിക്കും? അത് നിനക്ക് മരണത്തിന് ഹേതുവാകും. എന്ന് വെച്ചാൽ നിത്യമരണത്തിന് ഹേതുവാകും. ഇനി അതല്ല, നീ നന്മ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അനുഗ്രഹം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിനക്ക് നിത്യമായൊരു ജീവൻ, അല്ലെ, നിത്യജീവൻ നിനക്ക് ഉണ്ടാകുമെന്നുള്ളത് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ജീവനും മരണവും ഒക്കെ എന്താണ്? ഇതൊക്കെ നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾക്ക് ദൈവം എന്താണ്, നമ്മളുടെ നാവിൻ്റെ മേലെ ഈ ഒരു അധികാരമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നാവിൻ്റെ മേലുള്ള അധികാരം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജീവനും മരണവും അതുപോലെ അനുഗ്രഹവും ശാപവും ഒക്കെ ദൈവം നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുക. ഇനി അത് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ആരുടേതാണ്? അത് നമ്മളുടേതാണ്. നമ്മൾക്ക് തീരുമാനിക്കാം എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് തിരഞ്ഞെടുക്കണ്ട എന്ന്. ഓർക്കുക, നമ്മൾ ജീവനും അനുഗ്രഹവും വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾക്ക് ശാപവും മരണവും നമ്മൾക്ക് വേണ്ട. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്തായിരിക്കണം? നമ്മൾ അനുഗ്രഹവും നമ്മൾ എന്താണ്, അതുപോലെ തന്നെ ജീവനുമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അത് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി അത് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലേ? നാവിൻ്റെ മേലുള്ള ദൈവം നമ്മളുടെ നാവിൻ്റെ മേൽ തന്നിരിക്കുന്ന അധികാരം അതിനകത്ത് വെളിപ്പെടണം, അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനെന്താണ്? നമ്മളത് അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഈ സൈക്കോളജിയൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ പറയുന്നത് എന്താണ്? അതുപോലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഒക്കെ പറയുന്നത് എന്താണ്? എപ്പോഴും പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കണം. ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു വാക്യം കിട്ടിയിരിക്കുന്നതും? അത് കിട്ടിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെയാണ്. കാരണം ഇവരൊക്കെ പറയുന്നതിന് മുൻപേ, അല്ലേ, വർഷങ്ങൾക്ക് മുൻപേ എന്താണ്, നമ്മളുടെ വിശുദ്ധ ബൈബിൾ ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അനുഗ്രഹവും ശാപവും എന്താണ്, അത് നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ജീവനും മരണവും നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. നമ്മൾക്ക് അതിഷ്ടമുള്ളത് നമ്മൾക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നമ്മളുടെ വാഗുകൊണ്ട് തന്നെ നമ്മളത് ഏറ്റു പറയുവാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം നാവിൻ്റെ മേലുള്ള അധികാരം എന്ത് ചെയ്യും? അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി ഓർക്കുക, നമ്മളുടെ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ എന്താണ്? അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ്, അല്ലേ? മുഴുവൻ അനുഗ്രഹമാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ അനുഗ്രഹം എന്നല്ല, വലിയ അനുഗ്രഹം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന സകല അനുഗ്രഹങ്ങളും അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു കമൻറ്റ് കാണുവാനായിട്ട് ഇടയായപ്പോൾ ഒരു വ്യക്തി അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ അല്ലേ മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ 28, അല്ലെ, ആവർത്തനം 28-ൻ്റെ 1 തൊട്ട് 13 വരെ നമ്മൾ 30 ദിവസം കണ്ടിന്യൂ ആയിട്ട് പറയുക. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നമ്മളത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊരു, അല്ലേ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട്, എത്ര പേർ അത് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതിൻ്റെ ഒരു സാക്ഷ്യമാണ് കമൻറ്റിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വ്യക്തി എഴുതിയത് ഇങ്ങനെയാണ്, അവർ 30 ദിവസം ഇങ്ങനെ ഈ വചനം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൽ 1 തൊട്ട് 13 വരെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. രാവിലെയും പറഞ്ഞു, ഉച്ചയ്ക്കും പറഞ്ഞു, വൈകുന്നേരവും പറഞ്ഞു. അങ്ങനെ ഇവരത് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് 31-ാമത്തെ ദിവസം അവർ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ദൈവം ചെയ്തു കൊടുത്തു. അവരുടെ മകൾക്ക് എന്താണ്, അവർ ജർമ്മൻ ഭാഷ പഠിക്കുക എന്തോ ആയിരുന്നു, അതിനകത്ത് 2 എക്സാം എഴുതിയ 2 എക്സാമും അവർ പാസ്സായി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് അവർ വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ ലോകത്ത് നടക്കുന്നതല്ലേ എന്ന്. അല്ലല്ല, എല്ലാം നടക്കുന്നതായിരിക്കും. എല്ലാവരുടെയും ബുദ്ധിയും ഒരുപോലെയല്ല, എല്ലാം എല്ലാവർക്കും സാധ്യവുമല്ല. എന്നാൽ നമ്മൾക്കറിയാം, അല്ലേ, നമ്മളുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞ് അനുജന്മാരോടും അനുജത്തിമാരോടും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ കഴിവ് നോക്കണ്ട, അയൽവക്കത്തുള്ളവനെ നോക്കണ്ട, ആരെയും നോക്കണ്ട. നമ്മൾ ആരെ നോക്കിയാൽ മതി? ദൈവത്തെ നോക്കി
നോക്കിയാൽ മതി. അതാ ദൈവത്തിന്റെ വചനം 91 സങ്കീർത്തനത്തിനകത്ത് അതാ പറഞ്ഞിരിക്കുന്നത് അല്ലേ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. എന്ന് വെച്ചാൽ നിന്റെ ഇടതുവശത്തോ വലതുവശത്തോ എന്ത് സംഭവിച്ചാലും അതല്ല നിന്നെ ബാധിക്കാൻ പോകുന്നത്. നിന്റെ വിധി ആരാ നിർണ്ണയിക്കുന്നത്? അത് ദൈവമാണ് നിർണ്ണയിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അവരത് ദൈവമാണ് ചെയ്തതെന്ന് അവർക്ക് ഉറപ്പുണ്ട്. കാരണം അവർക്കറിയാം, അവരുടെ കുഞ്ഞിന്റെ ഒരു ലെവൽ അവർക്കറിയാം. അതുകൊണ്ട് അത് ദൈവമാണ് അനുഗ്രഹിച്ചതെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ആ സാക്ഷ്യം എഴുതിയത്. ഞാൻ ആ കമന്റ് ഒന്ന് പിൻ ചെയ്യാനായിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. എനിവേ, അപ്പോൾ എന്തായാലും ഇന്നലെ ഞാനത് വായിച്ച കമൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനും പേര് നോക്കാനും ഞാൻ വിട്ടുപോയി. കാരണം ഇതൊന്നും നമ്മൾക്ക് വരേണ്ട പുകഴ്ചകളല്ല, അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് മഹത്വം മുഴുവനും ദൈവത്തിന് പോകട്ടെ. അതുകൊണ്ട് അത് പിൻ ചെയ്യാൻ എനിക്ക് കിട്ടാത്തതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് സംഭവിച്ചു എന്ന് നിങ്ങളെ കൊണ്ട് ഒന്ന് എന്താ പറയുക പറയിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിലുള്ള നമ്മളുടെ ആശ്രയം, വചനത്തിൻ്റെ പവർ അല്ലെ, വചനം ദൈവമാണ്. ആ വചനം നമ്മൾ പറയുമ്പോൾ എന്താണ് അത് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ കൊണ്ട് അത് ഏറ്റു പറയുമ്പോൾ അത് എന്ത് ചെയ്യും? അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. വചനം ക്രിയ ചെയ്യും. അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. അതുകൊണ്ട് അതെന്താണ്, നമ്മളത് പറയുമ്പോൾ അത് ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അവർ 30 ദിവസം പറഞ്ഞു, 31ാമത്തെ ദിവസം ഉപവസിച്ചു, അത് കഴിഞ്ഞപ്പോഴും അവർക്ക് റിസൾട്ട് വന്നത്. ഓക്കെ, 1ാമത്തെ ദിവസമല്ല അവർക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ തന്നെ വചനം പറയുമ്പോൾ അതെന്താണ്, ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യവും നമ്മൾ പറയുമ്പോൾ ആ വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അയക്കപ്പെട്ടിരിക്കുന്ന വചനം എന്താണ്, അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. അത് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് തന്നെ കേൾക്കത്തക്ക വിധത്തിൽ നമ്മൾ ഉച്ചത്തിൽ തന്നെ അത് പറയുവാനായിട്ട് ശ്രമിക്കുക എന്ന് ഞാൻ ഓരോരുത്തരോടും പറയുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, അപ്പോൾ വചനം 28-ാം അധ്യായം ആവർത്തനം 28-ന്റെ 1 തൊട്ട് 13 വരെ. ഇനിയും തുടങ്ങിയിട്ടില്ലാത്തവർ തുടങ്ങിക്കോ. നമ്മൾ എന്താണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അല്ലെ, അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് പറയുക, 4 മണിക്ക് നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് പറയുക. അതിനുശേഷം രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഒന്നും കൂടി അത് ചൊല്ലുക. എന്ന് വെച്ചാൽ ചുമ്മാ അങ്ങനെ നമ്മൾ കാണാപ്പാടം വായിച്ചു വിടുകയല്ല, അത് വിശ്വസിച്ചുകൊണ്ട് നമ്മളത് പറയണം. പറഞ്ഞിട്ട് എന്താണ്, നമ്മുടെ തല കൈവച്ച് തന്നെ പറഞ്ഞു അങ്ങനെ പറയണം. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മളത് ഏറ്റെടുക്കണം അല്ലെ, നമ്മളത് വിശ്വസിക്കണം. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരു 30 ദിവസം പറഞ്ഞു നോക്കിക്കും, അനുഗ്രഹം ഉറപ്പാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ദൈവത്തിന്റെ വചനം എപ്പോഴും എന്താണ്, അത് പവർഫുള്ളാണ്. അത് ക്രിയ ചെയ്യും, അത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ 28:1. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 30-ാം അധ്യായത്തിനകത്ത് ആവർത്തനം 30-നകത്ത് പറഞ്ഞിരിക്കുകയാണ്, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അല്ലേ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, നമ്മളുടെ നാവിൻ്റെ മേൽ ദൈവം തന്നിരിക്കുന്ന അധികാരം അങ്ങ് ഉപയോഗിക്കുക. 28-ാം അധ്യായത്തിനകത്തോട്ട് പോവുക, 1 തൊട്ട് 13 വരെ അങ്ങ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ വചനങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മൾക്കറിയുന്ന വചനങ്ങളൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറഞ്ഞ് നമ്മളത് പ്രാർത്ഥിച്ച് നമ്മളുടെ ജീവിതത്തിൽ ആ വചനം വരണം, അത് നമ്മളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വചനത്തിൻ്റെ പവർ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുക, ചുമ്മാ ഇങ്ങനെ മനസ്സിൽ പറയുകയല്ല, നമ്മളത് പറയണം, പുറത്തോട്ട് പറയണം. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വലിയ കാറിക്കൂവി പറയണം എന്നല്ല, അങ്ങനെ ഒച്ചത്തിൽ നമ്മൾക്ക് പറയാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പറയുക. അല്ലെ, അയൽവക്കക്കാരെയൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല എങ്കിൽ നമ്മളുടെ കർണപടങ്ങളിൽ മുഴങ്ങത്തക്ക വണ്ണം നമ്മളത് പറയുക. ഓക്കെ, കാരണം ഈ വചനം എന്ന് പറയുന്നത് ദൈവമാണ് കേട്ടോ. ഈ വചനം മുഴങ്ങുന്നിടത്ത് പിശാചിന് ക്രിയ ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം അത് ഒരു ദൈവം ഭയങ്കരമായിട്ടത് എനിക്ക് എന്നെ പറയാനങ്ങ് പ്രേരിപ്പിക്കുകയാണ്. എന്താണെന്നറിയാമോ, നമ്മുടെ വചനം പറയുമ്പോൾ എന്താണ്, ആ വചനം അവിടെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഈ വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, ഈ പിശാചിൻ്റെ ക്രിയകൾക്ക് അവിടെ നിൽക്കുവാൻ പറ്റത്തില്ല. പിശാചൻ എന്താണ്, ക്രിയ ചെയ്യും, പക്ഷേ അവൻ്റെ ക്രിയകൾക്ക് അവിടെ നിൽക്കുവാനായിട്ട് പറ്റത്തില്ല. കാരണം വചനം ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ ആർക്ക് പറ്റത്തില്ല, പിശാചിന് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വചനം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം, വചനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മളുടെ വായിൽ നിന്ന് വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ എന്താണ്, നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെയും പിള്ളേരെയും ഒക്കെ നമ്മൾ പഠിപ്പിക്കണം. എന്നിട്ട് വചനം അവരെ കൊണ്ട് പറയിപ്പിക്കണം. ഇങ്ങനെ കിടക്കുന്നതിന് മുൻപ് രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ അവർ സ്കൂളിൽ വരുമ്പോഴൊക്കെ അവരോട് ഈ വചനം പറയാൻ പറഞ്ഞ് അവർക്ക് ഇങ്ങനെ വചനം, നമ്മുടെ കൊച്ചു കൊച്ചു വചനങ്ങളൊക്കെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ ഇങ്ങനെ വചനം അവരെയും കൊണ്ട് പറയിപ്പിക്കണം. അപ്പോൾ ഈ വചനം ക്രിയ ചെയ്യും. കാരണം വചനം ദൈവമാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ വചനമാണത്. ഓക്കെ, അപ്പോൾ അത് ദൈവമാണ്. അപ്പോൾ വചനം അവിടെ എന്ത് ചെയ്യും, ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ പിശാച് ഇപ്പറേ ക്രിയ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യാൻ അവിടെ തുടങ്ങിക്കഴിയുമ്പോൾ പിശാചിൻ്റെ പ്രവർത്തികൾ അവിടെ എന്ത് ചെയ്യും, നിശ്ചലമാകും. അതാ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നല്ലേ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവപുത്രൻ വചനമാണ്. അപ്പോൾ എന്താണ്, ഈ വചനം
ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിശാചിൻ്റെ പ്രവർത്തികൾ എന്ത് ചെയ്യും? അത് അഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഏതോ ഒരു പെണ്ണ് എവിടെ നിന്നോ എന്തോ പറയുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ ഏറ്റെടുക്കുക, വചനം ഏറ്റെടുത്ത് പറയുക. ആര് പറയുന്നു, എന്ത് പറയുന്നു എന്നുള്ളതല്ല, ആ പറയുന്നതിനകത്തെ കാര്യം ഏറ്റെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കും. ഇത് ചുമ്മാ ഞാനൊരു മോട്ടിവേഷനായിട്ട് പറഞ്ഞു പോകുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ് അനുഭവിച്ചത്, അനുഗ്രഹം പ്രാപിച്ചത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ടും പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വചനം പറഞ്ഞുകൊണ്ടേയിരിക്കുക. 28ൻ്റെ എല്ലാ വചനങ്ങളും പവർഫുൾ വചനങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആവർത്തന പുസ്തകമാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. 28-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വചനം നമ്മളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുക തന്നെ ചെയ്യും. ഇനി നമ്മൾക്കറിയാം ആവർത്തന പുസ്തകം അല്ലേ, മോശയുടെ പ്രസംഗങ്ങൾ. അത് കഴിഞ്ഞ് 34-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്? 31, 32, 33, 34. പിന്നെ മോശ എന്താണ്? ജോഷുവയെ അനുഗ്രഹിക്കുന്നു അല്ലേ, അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. അതൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. മോശയുടെ ഗീതം അതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ്? 34-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ മോശ മരിക്കുകയാണ്. മോശയോട് ദൈവം പറയുകയാണ്, നീ പർവ്വതത്തിൽ കയറി നിന്ന് വാഗ്ദത്ത ദേശം ഇന്നതാണ്, അതിൻ്റെ അതിര്, നീ ഇതെല്ലാം അവിടെ നിന്ന് നോക്കിക്കണ്ടോ, പക്ഷെ നിന്നെ ഞാൻ അങ്ങോട്ട് കടത്തത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം എന്താ ചെയ്തേ? ദൈവം മോശയോട് കരുണ കാണിച്ചല്ലേ, മോശനെ അവിടെ കാല് ചവിട്ടിപ്പിച്ചു ദൈവം. അതാണ് ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ അഭിഷിക്തനോടുള്ള ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അല്ലേ, ദൈവത്തിൻ്റെ സൗമ്യനായ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഒരു സ്നേഹം എന്ന് പറയുന്നത്. എൻ്റെ സ്നേഹിതൻ എന്നാണ് മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കാല് ചവിട്ടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. 34-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ പറയുകയാണ്, മോശ 120 വയസ്സായിട്ടാണ് മോശ മരിച്ചത്. മോശയ്ക്ക് മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? 120 വയസ്സുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ അടുത്ത സെൻറ്റൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 120 വയസ്സുള്ള മോശയുടെ കണ്ണിന് ഒരു കുഴപ്പമില്ലെന്ന്, കണ്ണ് മങ്ങിയിട്ടില്ല, അവൻ്റെ ശരീരത്തിൻ്റെ ബലം ശോഷിച്ചിട്ടുമില്ല എന്ന് വെച്ചാൽ 120 വയസ്സിലും പുള്ളി നല്ല ആരോഗ്യവാനായിട്ട് തന്നെയാണ് മരണപ്പെട്ടതെന്ന്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ദീർഘായുസ്. ഒന്ന് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം ദൈവത്തെ 91-ാം സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവൻ്റെ തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൂടാതെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ചുമ്മാ ദീർഘായുസ് തന്ന മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ദീർഘായുസ് മാത്രമല്ല, എന്താണ്? തൃപ്തിയുള്ള ദീർഘായുസ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. മോശയെ പോലെ കർത്താവേ എൻ്റെ കണ്ണ് മങ്ങരുത്, എൻ്റെ ആരോഗ്യം ക്ഷയിക്കരുത്, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നൊരവസരം വരെ എൻ്റെ ജീവിതം ആ സമയത്ത് എന്ന് വെച്ചാൽ അങ്ങനെ ജീവൻ എടുക്കുന്ന സമയം വരെ എന്താണ്? എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരിക്കണം. മോശയെ പോലെ കർത്താവേ എൻ്റെ കണ്ണിന് കാഴ്ച ഉണ്ടാകണം, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയരുത്, എൻ്റെ ആരോഗ്യത്തിൻ്റെ ബലം എൻ്റെ ശരീരത്തിൻ്റെ ബലം കുറയരുത്. അങ്ങനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം ഇതും ദൈവത്തിൻ്റെ വചനമാണല്ലേ, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്? വരുന്ന തലമുറകൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ, അല്ലാതെ കഴിഞ്ഞു പോയവർക്ക് വേണ്ടിയുമാണ്, അതുപോലെ വരുന്നവർക്കും കൂടി വേണ്ടിയാണ് ഈ വചനം എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ മറക്കണ്ട, നാവിൻ്റെ മേൽ ദൈവം അധികാരം തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുക. ഒന്ന് മനസ്സിലാക്കുക, ഈ ഭൂമിയും പൂർണ്ണതയും എല്ലാം യഹോവയ്ക്കുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് സൃഷ്ടിച്ച് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതും ഈ ഭൂമിയിലുള്ള നന്മകൾ നമ്മൾക്ക് അനുഭവിക്കുവാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ ഏന്തിയും വലഞ്ഞും കരഞ്ഞും നിലവിളിച്ചും ഉണ്ട്, വിഷമങ്ങളുണ്ട്. ദൈവത്തിന് അല്ലേ, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് കഷ്ടവും ദുഃഖവും ദുരിതവും ഒക്കെ ഉണ്ട്. എന്നാലും എപ്പോഴും അത് മാത്രമല്ല, ഒരു നന്മ ദൈവം നമ്മൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് അനുഭവിച്ചിട്ട് വേണം നമ്മൾ യാത്രയാകാൻ വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, വചനം പറയുക, നമ്മളുടെ നാവിന്മേൽ നമ്മൾ വചനം ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നെഗറ്റീവുകൾ പറയരുത്. അതൊരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റഡ് പറയുകയാണ്, നെഗറ്റീവുകൾ ഒരിക്കലും പറയരുത്. ഇനി നെഗറ്റീവ് അറിയാതെ നമ്മളുടെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയെങ്കിൽ ഉടനെ അത് ക്യാൻസൽ ചെയ്തോണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വായിൽ നിന്ന് വീണിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞ് നമ്മൾക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആ നെഗറ്റീവ് വാചകത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനമുണ്ട്. ഇതൊക്കെ ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഭൂമിയിൽ യഹോവയിൽ തന്നെ അനുഗ്രഹിക്കുന്നവൻ അല്ലേ, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മൾ തന്നെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നെ അനുഗ്രഹിക്കണം, നമ്മളെ അനുഗ്രഹിക്കണം, നമ്മളുടെ തലമുറകളെ, നമ്മളുടെ കുടുംബത്തെ, നമ്മളുടെ പേരൻസിനെ, നമ്മളുടെ ചാർച്ചക്കാരെ, ബന്ധുക്കളെ എല്ലാം നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ വലിയ പവർ ഉണ്ടെന്നേ നമ്മൾ അറിയാഞ്ഞിട്ടാണ്. കാരണം എന്താണെന്ന് പറയുക, ഈ ആത്മഗോളത്തിൽ നടക്കുന്ന ഒത്തിരി നമ്മളറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് അറിയുന്നതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് ഫൈറ്റ് ചെയ്ത്
ചെയ്ത് നമ്മളങ്ങ് കയറിക്കണം കേട്ടോ. നമ്മൾ എങ്ങോട്ട് കയറണം? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക്, നന്മകളിലേക്ക്, വാഗ്ദത്തങ്ങളിലേക്ക് നമ്മളങ്ങ് കയറിക്കണം. ഇത് അപ്പോൾ ഈ വചനങ്ങൾ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.